അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് കോതമംഗലത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. നിഗംബോധ് ഘാട്ടിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. വ്യാഴാഴ്ച രാത്രി ഡൽഹിയിലെ വസതിയിൽ കുഴഞ്ഞു വീണ ഉടൻ അദ്ദേഹത്തെ എയിംസിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി 9:51 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ടി.യു. കുരുവിള, കെ. ജോയ്, എ.ജി. ജോർജ്, ഉണ്ണികൃഷ്ണൻ മാങ്കോട്, പി.ടി. ബെന്നി, പി.കെ. മൊയ്തു, മാത്യു ജോസഫ്, ഇബ്രാഹിം കവല, കെ.പി. ബാബു, എ.സി. രാജശേഖരൻ, എ.ടി. പൗലോസ്, ബാബു ഏലിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയുണ്ടായി. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് 2004 ശ്രീമതി സോണിയാഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് സോണിയാഗാന്ധി ശ്രീ മൻമോഹൻ സിംഗിനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ശ്രീമതി സോണിയാഗാന്ധിയുടെ നിർദ്ദേശം മുമ്പോട്ട് വെക്കുകയും സോണിയാഗാന്ധിക്ക് അന്നത്തെ കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ അംഗങ്ങളും ഐക്യകണ്ഠേന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സോണിയാഗാന്ധി ആകണം എന്ന് ആവശ്യപ്പെട്ട ഘട്ടത്തിലാണ് സോണിയാഗാന്ധി അതിൽ നിന്ന് പിന്മാറുകയും ശ്രീ മൻമോഹൻ സിംഗിനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി തീരുമാനിക്കാൻ പാർലമെന്ററി പാർട്ടിയിൽ ആവശ്യപ്പെടുകയും അങ്ങനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഡോക്ടർ മൻമോഹൻ സിംഗ് കടന്നു വരികയും ചെയ്തു. മൻമോഹൻ സിംഗ് 10 വർഷക്കാലം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇവിടെ നമ്മളെല്ലാവരും, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, വിയോജിച്ച് സംസാരിക്കുന്നവരായാലും അനുകൂലിച്ച് സംസാരിക്കുന്നവരായാലും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണതലത്തിലുള്ള കാര്യങ്ങളിലും അദ്ദേഹം സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിച്ചു പോകുമ്പോൾ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഭരണാധികാരി 10 വർഷക്കാലം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്ത മന്ത്രിസഭ ഏതെന്ന് ചോദിച്ചാൽ 3/2 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ മന്ത്രിസഭകൾക്ക് പോലും പറ്റാത്ത തരത്തിലുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് തന്നെ ഒരു ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തിനോട് എതിർപ്പില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇന്നത്തെ മനോരമ വായിച്ചവർക്കൊക്കെ, പ്രത്യേകിച്ച് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന ഈ മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആണിക്കല്ല് ഉറപ്പിച്ചു നിർത്തുന്നത് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച സഹോദരൻ സുർജിത്ത്, അദ്ദേഹവും മൻമോഹൻ സിംഗും തമ്മിലുള്ള ബന്ധം ആ കാലഘട്ടത്തിലും അതിനുശേഷവും നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വിദേശയാത്ര കഴിഞ്ഞ് മൻമോഹൻ സിംഗ് വരുമ്പോൾ പ്രിയപ്പെട്ട സഖാവ് ആശുപത്രിയിലാണ്. ആശുപത്രി പോയി നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുവാനുള്ള ഒരു താല്പര്യം, ആ ബന്ധത്തിൻ്റെ ആഴം നമ്മളോട് വിളിച്ചു പറയുക. ഇവിടെ പ്രിയപ്പെട്ട ഷമീർ സൂചിപ്പിച്ച ഒട്ടനവധി പദ്ധതികളിൽ ജനകീയമായിട്ടൊരു പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ അന്നത്തെ ഇടതുപക്ഷ പാർട്ടികൾ ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെച്ചപ്പോൾ ആ പദ്ധതി ഒരു നവീനമായിട്ടുള്ള കാഴ്ചപ്പാടും നയവുമാണ്. അതെങ്ങനെയായിരിക്കണം പ്രാവർത്തികമാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു ആലോചനയ്ക്ക് വേണ്ടിയിട്ടൊരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. മൺമറിഞ്ഞു പോയ സഖാവ് സീതാറാം യെച്ചൂരി, ഇപ്പോഴത്തെ CPM-ന്റെ അമരക്കാരിൽ ഒരാളായിട്ടുള്ള സഖാവ് വൃന്ദാക്കാരായിട്ടും ആ സബ് കമ്മിറ്റിയിൽ അംഗങ്ങളായി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.